എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന ആനന്ദിന്റെയും ശ്രീദേവിയുടെയും കല്യാണ ആഘോഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അങ്ങനെ അവരുടെ കല്യാണമൊക്കെ നല്ല മംഗളകരമായിട്ട് നടക്കണം. അതിനുള്ളിൽ നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അവസാനം രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിനെ കാണാനായിട്ട് ആനന്ദിനൊരു ബോധി. അങ്ങനെ അവസാനം ശ്രീദേവിനെ വിളിക്കുകയാണ്. പക്ഷെങ്കിൽ എന്ത് ചെയ്യുവാണ്, ശ്രീകല സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ശ്രീദേവിനെ കാണാൻ വേണ്ടി. ശ്രീകല ശ്രീദേവിയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ രാത്രി കാണാനൊന്നും പോകണ്ടെന്ന് പറയണം. അങ്ങനെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് അവിടെ കിടക്കുവാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, രാത്രിയിൽ ആനന്ദ് വന്ന് നിൽക്കുകയാണ്. ഷോ എന്ത് ചെയ്യാനാ, ഇതുവരെയായിട്ട് അവൾ എന്താ ഇറങ്ങി വരാത്തെന്നൊക്കെ ഓർത്തിട്ട് ആ സമയത്ത് അങ്ങോട്ടേക്ക് ആര്യനും ആകാശും ധർമ്മനും കൂടെ വരുവാണ്. അവര് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ ആനന്ദ് എന്ത് ചെയ്യണ്, മുറിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ആനന്ദന് അറിയില്ല ശ്രീദേവി കിടക്കുന്ന മുറിയിൽ ഇപ്പൊ കിടക്കുന്ന ഈ പറയുന്ന മീനാക്ഷി മിത്രയാന്നുള്ള കാര്യം. മുറി മാറിയ കാര്യമൊന്നും അവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മുറി മാറിയിട്ടുണ്ടായിരുന്നു. ആ മുറി ഞങ്ങൾക്ക് വേണ്ട, അതിനകത്ത് എ സി അങ്ങനെ വർക്ക് ചെയ്യുന്നില്ലെന്നും പറഞ്ഞോണ്ട് ഗോമതിയോട് പരാതി പറഞ്ഞതിന് ശേഷം മീനാക്ഷിയുടെ മിത്ര മുറിയിലാണ് ശ്രീദേവിയും അവരൊക്കെ കിടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഈ പറയുന്ന ആനന്ദിന് ഈ കാര്യം അറിയില്ലായിരുന്നു. ആനന്ദ് മുറിയുടെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യാ, ഒന്ന് മുട്ടി നോക്കിയാലോ. പതുക്കെ ഒന്ന് മുട്ടുവാണ്. ആ മുട്ടുന്ന സമയത്ത് അകത്ത് കിടന്ന മീനാക്ഷി മിത്ര അറിഞ്ഞു, ഇതാരാ പോലും ഈ സമയത്ത് വന്ന് മുട്ടുന്നേ. ഇനിയിപ്പം ആകാശെങ്ങാനും ആണോ അറിയത്തില്ലോ. നോക്കാം. രണ്ടുപേരും കൂടെ എണീറ്റു വന്ന് വാതിൽ തുറന്നെങ്കിൽ ഇപ്പൊ ആനന്ദ് നിൽക്കുകയാണ്. ആനന്ദ് പെട്ടെന്ന് ചമ്മി. അല്ല എന്താ പറ്റിയ ആനന്ദേട്ടാ, എന്തെങ്കിലും കുഴപ്പമുണ്ട് നീ? ഒന്നുമില്ല. ആനന്ദ് ആകപ്പാടെ ചമ്മി നാണം കിട്ടു. തിരിഞ്ഞു നോക്കി കഴിയുമ്പോഴത്തേനും പുറകില് ആര്യനും ആകാശം ധർമ്മനും ഒക്കെ നിൽക്കുന്നു. എന്താ ഇവിടെ ആനന്ദേട്ടൻ എന്താന്ന് ചോദിക്കേ? ഒന്നുമില്ല. പിന്നെന്താ ഇവിടെ? അത് ഞാൻ പിന്നെ രാത്രിയിൽ ഉറക്കത്തില് ഇങ്ങോട്ട് വന്നോന്ന് ചോദിക്കാം. ഈ സമയം മിത്ര പറഞ്ഞു, അതെ മുറി മാറി, ഞങ്ങളെ ഇപ്പൊ ഈ മുറി കിടക്കുന്നേ. ശ്രീദേവി അടുത്തി അപ്പുറത്ത് മുറിയിലാന്ന് പറയാം. അത് കേട്ടതും ആകെപ്പാടൊരു ചമ്മലായിപ്പോയി, നാണക്കേടായിപ്പോയി ആനന്ദിന്. പിന്നീട് ആര്യം പറഞ്ഞു ഇങ്ങോട്ട് വരാനും പറഞ്ഞ് ആനന്ദനെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. അതിനുശേഷം അവരവിടെ കിടക്കുവാണ്. ഈ സമയത്ത് ധർമ്മം പറഞ്ഞു, എന്നാലും കൊള്ളാലോ, നാളെ ഇപ്പൊ കല്യാണം കഴിയും, നാളെ ഭാര്യയാൻ പോന്ന അവളാ. അങ്ങനെ എന്നാലും അവളുടെ കഥവിനെ പോയി മുട്ടുന്നേ. നീ ആള് കൊള്ളാലോ, സന്യാസി നടന്നവനാ, ആത്മീയതയായിരുന്നു. എന്നിട്ടിപ്പൊ ആത്മീയതയും പോയി, എല്ലാം പോയി, ആണ്ട കിടക്കുന്നു. ഇപ്പോഴാണ്ടേ പ്രണയം തലയ്ക്ക് പിടിച്ചിരിക്കാന്നൊക്കെ പറഞ്ഞ ധർമ്മം കളിയാക്കണം. ഒന്ന് പോവാൻ മാമാന്നും പറഞ്ഞോണ്ട് ആനന്ദിന് ആകെപ്പാടെ ചമ്മലായിപ്പോയി. പിന്നീട് ആകാശം പറഞ്ഞു, അതെ ഇനി അങ്ങനെയൊന്നും ഇറങ്ങി നടക്കണ്ട, വന്ന് കിടന്നുറങ്ങാൻ നോക്ക്, രാവിലെ എഴുന്നേക്കാവുള്ളന്നൊക്കെ പറയണം. അങ്ങനെ അവര് പോയി കിടക്കുവാണ്. ആ സമയം രാത്രിയെ കഴിഞ്ഞപ്പോഴത്തേനും മിഥുനും അലോകും ഏർപ്പാടാക്കി ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരികയാണ്. അവന്മാര് വന്നപ്പോ മുറി മാറിയ കാര്യം അവന്മാർക്ക് അറിയത്തില്ല. മിത്രയും മീനാക്ഷി ആ മുറി കിടക്കുന്നുള്ള കാര്യം അറിയത്തില്ല. അവന്മാരും ഇന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ ഇനി അല്പസമയം കൂടെ കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കാം. പിന്നീട് അവന്മാരങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേര് കിടപ്പുണ്ട്. അപ്പൊ രണ്ടുപേരുണ്ടല്ലോ, അപ്പം മിക്കവാറും ഒന്ന് ചേർത്തി ഒന്ന് അനിയത്തിയുമായിരിക്കും. അങ്ങനെയാണ് ഇവരെ തന്നെ പൊക്കിയാക്കാം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുക, പതുക്കെ മുറിയിലേക്ക് എന്നു ക്ലോറോഫോം അണപ്പിച്ച് അവരെ തൂക്കിയെടുക്കുകയാണ്. പക്ഷെ ഇതൊന്നും വേറെ ആരും അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം എടുത്തോണ്ട് കിഡ്നാപ്പ് ചെയ്ത് പോയ കാര്യമൊന്നും മറ്റാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സമയം രാത്രിയിലാണെങ്കിലോ ശ്രീദേവി ഒന്ന് പതുക്കെ എഴുന്നേറ്റു. ശ്രീദേവി എഴുന്നേറ്റ് പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആരെയും കാണുന്നില്ല. ആനന്ദണ്ട് ഇറങ്ങി വരാന്ന് പറഞ്ഞിട്ട് എന്നെ ഇറങ്ങി വരാത്തെ എന്ന് കരുതി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും മറ്റവന്മാര് ഗുണ്ടകള് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ ഇതാരേ പോണേ? അത് ചിലപ്പോ ഇവിടെയുള്ള ഏതെങ്കിലും പെണ്ണായിരിക്കും എന്ന് വിചാരിക്കണം. അവർക്ക് അറിയത്തില്ലോ, കാരണം ഏതാ എങ്ങനെയാന്നും അറിയത്തില്ല. പിന്നീട് ശ്രീദേവി ഓർത്ത് ഇനിയിപ്പൊ ആനന്ദേട്ടൻ പോയി കിടന്നു കാണുമായിരിക്കും, തന്നെ കാണാതെ വന്നപ്പോ. പിന്നെ ശ്രീദേവി മുറിയിൽ പോയി കിടന്നുറങ്ങാണ്. പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ശ്രീകല നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിനെ കണ്ടില്ല. ശ്രീകലയ്ക്ക് ആപ്പാ ടെൻഷനായി. അവിടെ വിളിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ബാത്റൂമിലുണ്ട്. ഭഗവാനെ രക്ഷപ്പെട്ടു. ഇന്നലെ എങ്ങാൻ രാത്രിയില് ഫോൺ വിളിയും കാര്യങ്ങളായിട്ട് കിടക്കുമായിരുന്നു. ഇനി എങ്ങാനും ഇവിടെ ഇതിലൂടെയിൽ ഇറങ്ങിപ്പോയോ, എന്ത് സംഭവിച്ചെന്ന് ആകെപ്പോയി ടെൻഷൻ ഉണ്ടായിരുന്നു. ശ്രീകലയുടെ മനസ്സിൽ കല്യാണമാണല്ലോ, അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രീദേവി കുളി കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ആകെപ്പാടെ ഭയന്ന് പോയി. എന്തിന്? അല്ല നിന്നെ കാണാതെ വന്നപ്പോ ഞാൻ എവിടെ പോകാനമ്മേ, ഞാൻ കുളിക്കാൻ കയറിയേക്കുമല്ലായിരുന്നു ചോദിക്കുക. എന്നാലും നീ എഴുന്നേറ്റ് ഇനിയിപ്പോൾ എന്നെ ഒന്നും വിളിക്കുകയോ പോലും ചെയ്തില്ലോ എന്ന് പറയാം. അമ്മ നല്ല ഉറക്കമാണല്ലോ എന്ന് കരുതിയാ ഞാൻ വിളിക്കായിരുന്നേ എന്ന് പറയാണ്. പിന്നീട് ഗോമതി എന്ത് ചെയ്യുക, മീനാക്ഷിയുടെ മിത്രയുടെ മുറിയിലേക്ക് വരിക. അവിടെ വന്നു കഴിയുമ്പോൾ തന്നെ അവരെ കാണുന്നില്ല. ഇവരിത് എവിടെ പോയി ഇത്ര നേരം വിളിക്കുന്നതിന് മുമ്പ്?
ചിലപ്പോൾ രണ്ടെണ്ണം കൂടെ എവിടെയെങ്കിലും വല്ല മേക്കപ്പ് ചെയ്യാനും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുമായിരിക്കും. അപ്പുറം എവിടെയെങ്കിലും കാണും, ആരുടെയും മുറിയിൽ കൂടെ കാണും എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. പക്ഷെ അവരെ രണ്ടുപേരും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയെന്നുള്ള കാര്യമൊന്നും ഈ പറയുന്ന ഗോമതിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഗോമതി പിന്നെ എന്ത് ചെയ്യണം, റെഡിയാനായിട്ട് അങ്ങോട്ട് പോവാ. കാരണം കല്യാണത്തിരക്കാണല്ലോ, എല്ലാവരും കുളിച്ച് റെഡിയാവണമല്ലോ. അപ്പോഴേക്കും ബാലിന് ഒരുങ്ങിയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഓരോ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി, ബന്ധുക്കാരൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ബന്ധുക്കാരെയൊക്കെ സ്വീകരിക്കാനായിട്ടൊക്കെ തുടങ്ങുവാണ് ബാലിനോട്. എന്നിട്ട് ധർമ്മനും അവരെല്ലാവരും റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര സമയമായിട്ടും മീനാക്ഷിനെയും മിത്രേനും കാണുന്നില്ല. ഈ സമയം മീനാക്ഷിയും മിത്ര ഇങ്ങനെ കണ്ണു തുറക്കുവാണ്. ആദ്യം കണ്ണു തുറന്ന് മിത്രയാണ്. മിത്ര കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒരു പരിചയമില്ലാത്ത സ്ഥലം. ഇതെവിടെയാ എന്താണെന്നും മിത്രയ്ക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയുടെ കൈ ബന്ധിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെ കൈയൊക്കെ ബന്ധിച്ച് കസാര കൂട്ടിക്കെട്ടി ഇട്ടേക്കുവാ. പെട്ടെന്ന് മീനാക്ഷിനെ വിളിക്കുക, ചേച്ചി ചേച്ചിന്ന് വിളിക്കുകയാണ്. മീനാക്ഷി പതുക്കെ കണ്ണു തുറന്ന് നോക്കി. ഇതെന്താ? അപ്പോഴാണ് അവർക്ക് തലേ ദിവസത്തെ കാര്യം ഓർമ്മ വന്നേ. ശബ്ദം കേട്ട് കണ്ണു തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ക്ലോറോഫോം മണപ്പിച്ച്. അത്രയും വരെ രണ്ടുപേർക്ക് ഓർമ്മയുള്ളൂ, പിന്നെ എന്താന്ന് ഓർമ്മയില്ല. ആ സമയം മിത്രൻ ചേച്ചി നമ്മളെ ആരോ തട്ടിക്കൊണ്ട് വന്നിരിക്കുമെന്ന് പറയണം. ആരായിരിക്കുമ്പോഴും അറിയില്ല എന്ന് പറയണം. അപ്പോഴേക്കും മുഖംമൂടി ധരിച്ച് രണ്ടു മൂന്ന് അമ്മമാരെ അങ്ങോട്ട് കയറി വരുവാണ്. മീനാക്ഷി ചോദിച്ചു, ആരാടാ നിങ്ങൾ എന്തോ പരിപാടി കളിച്ച? ഞാൻ ആരെന്നറിയാവോ? എന്നെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും അറിയത്തില്ല എന്നൊക്കെ മീനാക്ഷി പറയണം. ആ സമയം മിത്രവും ചേച്ചി ഇങ്ങനൊന്നും പറയല്ലേ, ഇച്ചിരി സൗമ്യതയോടെ പറ. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, അതെ ഞങ്ങളെ അഴിച്ചുവിടാൻ പറയണം. അഴിച്ചുവിടാനോ? അങ്ങനെയൊന്നും അഴിച്ചുവിടാൻ പറ്റില്ല. അതെ നിങ്ങൾ ഇങ്ങോട്ട് തട്ടിക്കൊണ്ട് വരാനായിട്ടേ ഞങ്ങളെ പറഞ്ഞു ഏൽപ്പിച്ച ആളുണ്ട്, അവർ വരണോന്ന് പറയണം. ആരാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ എന്തിനാണ് എങ്ങോട്ട് തട്ടിക്കൊണ്ട് വന്നേ? മര്യാദയ്ക്ക് അഴിച്ചുവിടാം. ഇന്ന് കല്യാണോ, ഞങ്ങൾക്ക് അവിടെ കല്യാണത്തിന് പോകണ്ട. ഞങ്ങൾ ആരുടെ കല്യാണം എന്നൊക്കെ പറയണം. ആരുടെ കല്യാണമല്ലേ ശരി, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, മര്യാദയ്ക്ക് ഇവിടെ കിടന്നോണെന്ന് പറയണം. പിന്നീട് അവന്മാരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചേച്ചിന്ന് ചോദിക്കുക. എനിക്കറിയത്തില്ല, ആ കപ്പാടെ പ്രശ്നത്തിലായല്ലോ. ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ അപ്പത്തേനും നോക്കി കഴിയുമ്പോഴത്തേനും അകത്തേക്ക് വെട്ടം വരുന്നുണ്ട്. ചേച്ചി നേരം വെളുത്താ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമ്മളെല്ലാവരും അവിടെ അന്വേഷിക്കില്ലേന്ന് ചോദിക്കാം. അതെ അന്വേഷിക്കുമെന്ന് പറയണം. അന്വേഷിച്ച് കഴിയുമ്പോൾ നമ്മളെ കാണാതെ വരുമ്പോൾ അവർക്കെല്ലാം ടെൻഷൻ. കല്യാണം ദൈവമേ മുടങ്ങുമോ? അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ്. എന്തെങ്കിലും ചെയ്തേ മതിയുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാ? രണ്ടുപേരുടെ കൈയെല്ലാം കൂട്ടി കസാര കെട്ടി മാറ്റി വെച്ചേ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തിയേക്കുക. അവർക്ക് അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ രക്ഷപ്പെടാനാ? വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനാണ് അലോക് അങ്ങോട്ടേക്ക് വരുന്നേ. അലോക് വന്നിട്ട് ഒരുത്തനോട് ചോദിച്ചു, എങ്ങനെയാടാ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ തന്നെ അവന്മാര് പറഞ്ഞു, ദേ പൊക്കിയിട്ടുണ്ട്, മുറിയിലുണ്ടെന്ന് പറയണം. അല്ല നിങ്ങൾ ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തായാലും കാണാതിരിക്കാൻ പറ്റില്ല. ആരാ എന്താണെന്ന് അറിയണല്ലോ. അപ്പം മിഥുനും അലോകും കളത്തിൽ ഇറങ്ങിയിട്ടില്ലായിരുന്നു. കാരണം അവന്മാരുടെ പേരിൽ ഒരു സംശയം ആർക്കും തോന്നില്ലല്ലോ. പക്ഷെ അലോകിനാണെങ്കിൽ രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരുത്തി ആരാന്ന് അറിയാൻ വേണ്ടി അലോക് അങ്ങോട്ട് വന്നാ. ആ സമയത്ത് ഗുണ്ടകൾ ഒരുത്തം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, വന്ന് നോക്കാൻ പറയണം. അങ്ങനെ എന്ത് ചെയ്യുവാണ്, അലോക് അങ്ങോട്ട് കയറി വരിക. അപ്പൊ അലോക് ഒരു മുഖംപൂടിയൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മങ്കിക്ക പോലെ ഒരെണ്ണം ഇങ്ങനെ മൊത്തം മുഖംപൂടി ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുവാണ്. അപ്പൊ അങ്ങനെ അവനകത്തേക്ക് കയറി വരിക. അകത്തേക്ക് കയറി വരുമ്പോഴത്തേനുമാണ് ആ കാഴ്ച കാണുന്നത്. ഇരിക്കുന്ന മിത്രയും മീനാക്ഷിയാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഞെട്ടിപ്പോയി അലോക്. ഇവരെ ആണ്ടാ തട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കണം. അതെ ഇവരെയാ തട്ടിക്കൊണ്ട് വന്നേന്ന് പറയണം. പെട്ടെന്ന് അലോകിനെ കണ്ടെന്ന് ചോദിച്ചു, നീ ആനോടാ ഇവരുടെ ഗുണ്ടാ നേതാവെന്ന് ചോദിക്കുകയാണ്. സത്യം പറയടാന്ന് പറയണം. അലോകിന് എന്തേലും പറയാൻ പറ്റുമോ? അലോക് വാ തുറന്നിട്ടുണ്ടെങ്കിലും മിത്രയ്ക്ക് മനസ്സിലായി. തന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിലും അലോക് ഒന്നും മിണ്ടാതിരിക്കുവാണ്. അപ്പത്തേനും പെട്ടെന്ന് തന്നെ അലോക് പുറയിലേക്ക് തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, എന്ത് പരിപാടിയാടാ കാണിക്കണേ? അഴിച്ചു വിട്ടിട്ട് പോടാ. എത്രയാന്ന് വെച്ചാൽ ഞങ്ങളെ സഹിക്കുന്നത് ക്ഷമിക്കുന്നത്, മര്യാദയ്ക്ക് ഞങ്ങളെ അഴിച്ചു വിടാന്ന് പറയാം. അതെ എന്റെ ആൾക്കാരെ കുറിച്ചൊന്നും അറിയത്തില്ലാഞ്ഞിട്ടാ. എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ല, നിന്നെയൊക്കെ ശരിയാക്കുമെന്ന് പറയാം. അത് കേട്ടപ്പം ഇത്ര പറഞ്ഞു, അതുപോലെ തന്നെ എന്റെ അവസ്ഥ. അതെ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ മാത്രമല്ല എന്റെ വീട്ടുകാരെ കുറിച്ച് നിനക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ശത്രുതയിലായിരിക്കും, പക്ഷെ എന്റെ അച്ഛനും അമ്മയും വല്യച്ഛനും അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ എന്താ സംഭവിക്കാൻ പോന്നറിയായോ? എന്റെ ഏട്ടനാണല്ലോ ഇത് അറിഞ്ഞാൽ മതി എന്ന് പറയണം. അത് കേട്ടതും അലോകിന്റെ മുഖം താണുപോയി. അലോകിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പെട്ടെന്ന് തന്നെ അലോക് പുറത്തേക്ക് അങ്ങ് ഇറങ്ങി. പിന്നീട് ഗുണ്ടകളോട് പറഞ്ഞു, എടാ നിങ്ങൾ ഇവരെയാണോ തട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കുക. അതെ എന്ത് പറ്റി സാറിന് ചോദിക്കണം. എടാ മര്യാദയ്ക്ക് അവരെ എത്രയും പെട്ടെന്ന് പോയി അഴിച്ചുവിടാൻ പറയണേ. അഴിച്ചുവിടാനോ? എടാ അത് കല്യാണപ്പെണ്ണൊന്നും അല്ലെന്ന് പറയണം. കല്യാണപ്പെണ്ണിനെയൊക്കെ തട്ടിക്കൊണ്ട് വരാൻ പഠിച്ചിട്ട് നീയൊക്കെ എന്ത് പരിപാടി എടാ കാണിച്ചെന്ന് ചോദിക്കണം. അപ്പോഴാണ് അവന്മാർക്ക് അബദ്ധം മനസ്സിലായത്. പിന്നീട് അവന്മാരെ അകത്തേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് അലോക് പുറത്ത് നിൽക്കുവാണ്. പെട്ടെന്ന് അവന്മാര് പറഞ്ഞു, അതെ ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങളെ അഴിച്ചുവിടാൻ പോവാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, സത്യം പറ, ആര് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തേ? പണത്തിനോ സ്വർണത്തിനോ എന്തിനു വേണ്ടി ഇങ്ങനെ കാണിച്ചെന്ന് ചോദിക്കാം. അതെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, നിങ്ങളല്ല ഉദ്ദേശിച്ചെന്ന് പറയണം. അബദ്ധം പറ്റിപ്പോയതോ?
പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് തട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുക. ഞങ്ങൾ നിങ്ങളുടെ അല്ല, കല്യാണപ്പെണ്ണിനെയാണ് നോട്ട് വിട്ടെ, പക്ഷെ ആള് മാറിപ്പോയതാ പെങ്ങളെന്നൊക്കെ പറയണം. ആഹാ, അങ്ങനെയാണോ, അന്ന് ഇന്ന് കാണിച്ചു തരാന്നൊക്കെ പറയണേ. ഈ സമയത്ത് ഇങ്ങനെ കയ്യിലെ കെട്ടഴിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പെട്ടെന്ന് മിത്രയോട് പറഞ്ഞു ആ മാസ്ക് മാറ്റാൻ പറയണം ഒരുത്തന്റെ. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, പെട്ടെന്ന് തന്നെ മിത്ര കൈ പിടിച്ച മാസ്ക് അങ്ങോട്ട് മാറ്റുകയാണ്. അങ്ങനെ രണ്ട് അവന്മാരുടെ മുഖത്തെ മാസ്ക് ഒക്കെ മാറ്റി. അവന്മാരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു പരിചയവും തോന്നിയിട്ടില്ല. അല്ല, നിങ്ങൾ ഏതാടാ, നിങ്ങൾ എന്തിനു വേണ്ടി ഞങ്ങൾ തട്ടിക്കൊണ്ടു വന്നേ, ഞങ്ങൾക്കൊരു പരിചയം നിങ്ങളെ ഇല്ലല്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതിലൊരുത്തം പറഞ്ഞല്ലോ ഞങ്ങൾ ഒരാൾക്ക് വേണ്ടി ചെയ്ത കാര്യം ഇത്, അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടി ചെയ്തല്ലെന്ന് പറയണം. സത്യം പറയടാ, ആർക്ക് വേണ്ടിയാ നിങ്ങൾ ചെയ്തതെന്ന് പറയടാന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞിട്ടും ഒന്നും മിണ്ടിയില്ല. അവസാനം പോലീസിൽ ഏൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ അവന്മാർ എന്ത് ചെയ്യണം, ഉള്ള സത്യം പറയണം. ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്യാനൊക്കെ ഞങ്ങളോട് പറഞ്ഞ അലോക എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയും മിത്രയും കൂടെ പുറത്തിറങ്ങും. ആ സമയത്ത് അലോക അവിടെ നിൽപ്പുണ്ടായിരുന്നു. മിത്ര വന്നിട്ട് പറഞ്ഞു, നാണമില്ലേടാ നിനക്ക്, ഇപ്പൊ തന്നെ നിന്നെ പോലീസിൽ ഏൽപ്പിക്കണ്ട, തൽക്കാലത്തേക്ക് ഇത് ആരോടും പറയുന്നില്ല, നിന്നെ കാണിച്ചു തരാന്നൊക്കെ പറയുന്നുണ്ട്, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ അങ്ങനെ മീനാക്ഷിയും മിത്രയും പറയാണ്. കാരണം അവർക്ക് പിന്നെ അവിടെ നിൽക്കാൻ സമയമില്ല. ഇപ്പൊ എന്താണെങ്കിലും പന്തലിൽ തങ്ങളെ എല്ലാരും അന്വേഷിച്ച് ഇരിക്കുന്നുണ്ടായിരിക്കും അവർക്ക് മനസ്സിലായി. പിന്നീട് അവര് നേരെ കല്യാണ പന്തലിലേക്ക് പോരുവാണ്. ഈ സമയത്ത് അവരെ കാണാതെ വന്നപ്പിച്ചേന് അവിടെ നാലുപാടും അന്വേഷണം തുടങ്ങി. പുറത്താരോടും പറയാനൊന്നും പറ്റില്ലല്ലോ. ഗോമതി ആണെങ്കിൽ അവിടെ എല്ലാം അന്വേഷിച്ചു, പക്ഷെ അവിടെയൊന്നും കണ്ടില്ല. അവസാനം വന്നിട്ട് ആര്യനോടും ആകാശിനോടും ഒക്കെ പറയണം, അല്ല അവരെ കണ്ടില്ലല്ലോ, ഇതുവരെയായിട്ടും മീനാക്ഷിയും മിത്രനെ കണ്ടില്ല, അവരെവിടെയാന്ന് കണ്ടില്ലോ, ഇനി എവിടെയെങ്കിലും പോയി ഒരുങ്ങുന്നുണ്ടോ എന്ന് അറിയത്തില്ലോ എന്ന് പറയണം. എന്നാലും ഇത്ര സമയം ഇത് എവിടെ മാറി നിൽക്കോ, ഒരു ഐഡിയയും കിട്ടിയില്ല. ആരോട് പോയി ചോദിക്കും, എന്ത് ചോദിക്കും, എങ്ങനെ ചോദിക്കുന്നു, അവർക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. അവസാനം ഗോമതിയോട് അമ്മ വിഷമിക്കൊന്നും വേണ്ട, എവിടെയുണ്ടെങ്കിലും ഞങ്ങള് തപ്പി കണ്ടുപിടിക്കാന്നൊക്കെ പറയാം, ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ അവരെ അവിടെയൊക്കെ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. ഈ സമയത്താണ് മീനാക്ഷിയും മിത്രയും അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ടപ്പോഴത്തേനും ഭാരം ചോദിച്ചു, നിങ്ങളിത് എവിടെ പോയതാണെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞങ്ങള് ഇത്ര സമയമായിട്ട് മനുഷ്യ ഇവിടെ തീ തിന്നിരിക്കുമായിരുന്നു, എവിടെ പോയി എന്ത് ചെയ്യുന്ന അറിയത്തില്ലാതെ. ആ സമയത്ത് ഗോമതി പറഞ്ഞു, എവിടെ പോരൊന്ന് പറഞ്ഞിട്ട് പോണ്ടേ, രണ്ടുപേരും കൂടി ഇത് എങ്ങോട്ട് പോയതെന്ന് ചോദിക്കാം. അത് പിന്നെ ആ താലിമാല എടുക്കാനായിട്ട് മറന്നു വരുന്നത്. താലിമാല, ഓഹോ, അപ്പൊ ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെയാണോ നിങ്ങൾ പെരുമാറുന്നൊക്കെ ചോദിക്കാം. അല്ല അത് പിന്നെ അമ്മേ, അത് നിങ്ങൾക്ക് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വരാനും ചോദിക്കാം. അപ്പോഴാണ് അവിടെ ധർമ്മം നിൽക്കുന്നാണ്ട് പെട്ടെന്ന് പറഞ്ഞു, ഞങ്ങളെ ധർമ്മമാമനോട് പറഞ്ഞിട്ടാ പോയെന്ന് പറയണം. ധർമ്മം പറഞ്ഞു എന്നോടോ? അതെ, എന്നോടൊന്നും ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയണം. വെറുതെ കള്ളത്തരം പറയില്ല മാമാന്ന് പറയണം. അതെങ്ങനെയാ, ധർമ്മനോട് പറഞ്ഞ ധർമ്മന്റെ തലേ 100 കാര്യങ്ങളല്ലേ, ധർമ്മൻ ഇത് വല്ല ഓർത്തിരിക്കുവോ എന്നൊക്കെ പറഞ്ഞ് ബാലൻ കുറ്റപ്പെടുത്തുവാണ് ധർമ്മനെ. ധർമ്മൻ ഇങ്ങനെ കണ്ണും മായും പിടിച്ച് നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. പിന്നീട് മീനാക്ഷിയും ഇത്രയും കൂടെ അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് പറഞ്ഞു, തൽക്കാലത്തേക്ക് ആരോടും പറയണ്ട, ഇതിപ്പോ ഇവിടെ ഈ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരിനാണെങ്കിലും ആകാശാണെങ്കിലും വെറുതെ ഇരിക്കത്തില്ല, അവരിപ്പോ എന്താണെങ്കിലും അമരം നേരിടാനായിട്ട് ഇറങ്ങും, അതുകൊണ്ട് അത് ഒരു കാരണവശാലും പാടില്ലെന്ന് പറയണം. പിന്നീട് ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ എല്ലാവരും റെഡിയായി കഴിഞ്ഞു. കല്യാണത്തിന്റെ സമയമായി, മുഹൂർത്തത്തിന് സമയമായി. താലികെട്ടും ചടങ്ങുകളൊക്കെ നല്ല അതിഗംഭീരമായിട്ട് നടക്കുകയാണ്. പിന്നീട് താലികെട്ട് ചടങ്ങിന് ശേഷം ഫോട്ടോ സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരെല്ലാം വീട്ടിലേക്ക് വന്ന് കയറുവാണ്. അപ്പൊ വലതുകാലം വെച്ച് കയറുവാണ്. അപ്പൊ ഈ സമയത്ത് ഭയങ്കര കരച്ചിലും വിഷമമൊക്കെ ആയിരുന്നു ശ്രീദേവിക്ക്, അച്ഛനും അമ്മേനെ വിട്ടു പിരിഞ്ഞു പോകുന്നതിന്റെ. അതിന്റെ കരച്ചിലും മേളമൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ തന്നെ മിത്ര മീനാക്ഷിയോട് കണ്ടില്ലേ, നമ്മളൊക്കെയാണ് ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഒളിച്ചോടി ഇങ്ങോട്ട് പോകുന്നതല്ലേ, പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ഇവരുടെ അവസ്ഥ ഉണ്ടോ, ശ്രീദേവി ചേച്ചി ഭയങ്കര സങ്കടമാണെന്ന് തോന്നുന്നത് വീട്ടുകാരെ പിരിഞ്ഞിരിക്കുന്നതിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് കയറി വരിക. പിന്നീട് ഗോമതി അവർക്ക് മധുരം കൊടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് അവരുടെ ആദ്യരാത്രിയും കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് അടുത്ത ദിവസം തന്നെ വരാട്ടോ, നാളെ തന്നെ വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.